കഞ്ചാവ് പൊതി കോളേജിൽ നിന്ന് പിടിച്ചെടുത്തു. കോളേജിൽ നിന്ന് കഞ്ചാവ് പൊതി പിടിച്ചെടുത്തിട്ട് ഒരുത്തം പറയുകയാണ്, ഒരു മടിയുമില്ലാതെ ജനങ്ങളോട് പറയുകയാണ്, ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. അവനെ കണ്ടാലേ അറിയാം അവൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് എന്തു പറ്റി? തലയിൽ തൊപ്പി വെച്ച് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇന്ന് പുറത്തിറങ്ങാൻ അമ്മമാര് പറയുകയാണ്, ഞങ്ങൾ എങ്ങനെ പുറത്തിറങ്ങും ചോദിക്കുകയാണ്. ആ കോളേജിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി അയച്ച കത്ത് പോലീസുകാരൻ ചോർത്തി പത്രക്കാർക്ക് കൊടുത്തു. എങ്ങനെ? പാടുണ്ടോ? നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ, നമ്മുടെ കോളേജിൽ മയക്കുമരുന്ന് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ, പോലീസ് അധികാരികളെ ആരെങ്കിലും ഒരാൾ അത് എഴുതി അറിയിച്ചാൽ ആ വ്യക്തിയെ വരെ കൊലപ്പെടുത്താൻ സാധ്യതയുള്ള രീതിയിൽ ആ കത്ത് എങ്ങനെയാണ് പോലീസ് അധികാരികൾ മറ്റുള്ളവർക്ക് കൈമാറി കൊടുത്തത്? ആരോടാണ് കേരളത്തിലെ പോലീസ് അധികാരികൾക്കുള്ള കൂറ്? ഇതെല്ലാം ചോദിക്കാൻ എൻ്റെ മുന്നിലിരിക്കുന്ന അമ്മമാർ, സഹോദരന്മാർ, അവിടെ രാഷ്ട്രീയം വേണോ? ഞാൻ BJP ആണ്, നിങ്ങളിൽ കോൺഗ്രസ് ഉണ്ടാകും, മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഉണ്ടാകും. പക്ഷേ നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം വരുന്ന ആളുകൾ പ്രവർത്തിക്കുമ്പോൾ അതിനാണ് കാളിയായി മാറേണ്ടത്. എന്താണ്? കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാരക്ഷ പാലയ പാലയ, ഇത് ജപിക്കാൻ സാധിക്കേണ്ടത്.